ഹായ്, തൻ്റെ ജീവിതം സിനിമയാകുമ്പോൾ ആലപ്പുഴക്കാരൻ നജീബിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ എത്ര വയസ്സാണ് നജീബിക്ക? ഇപ്പൊ 59 വയസ്സ്. 59 വയസ്സ്. എത്ര വർഷം മുമ്പായിരുന്നു അവിടെ? ഒരു 30 വർഷത്തോളം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ നോവലിനകത്തെ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന് പറഞ്ഞ നോവലില് നിങ്ങളുടെ ജീവിതമായിട്ട് അത് എത്ര പെർസെന്റേജ്, 100 ആണോ 99 ആണോ 70 ആണോ, എത്ര ശതമാനം അടുത്ത് കിടക്കുന്നു? കാരണം എഴുത്തുകാരുടെ ഒരു ഭാവന ഏത് കാര്യത്തിലും ഉണ്ടാവും. 100% കറക്റ്റാണ്. നിങ്ങൾക്ക് സങ്കടപ്പെടാനില്ല. സിനിമ ഇറങ്ങുമ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. മാറണം. കഷ്ടപ്പാടിനെ പറ്റി മനസ്സിലായി. ഈ ഓടിപ്പോരാനുള്ള ഊർജം എങ്ങനെയോ സംഭവിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പറ്റിയത്. ഈ ആടുജീവിതം സിനിമ ഇറങ്ങിക്കഴിയുമ്പോ പൃഥ്വിരാജും അല്ലെങ്കിൽ ഡയറക്ടർ ബ്ലസ്സി പ്രൊഡ്യൂസർ നിങ്ങളെ വന്ന് കാണാതിരിക്കില്ല. പൃഥ്വിരാജും തൊഴിലെടുക്കാൻ മണലാരണ്യത്തിലോട്ട് പോയി മരണവുമായി മല്ലിട്ട് ഒരു മനുഷ്യൻ തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയാവുകയാണ് 16 വർഷങ്ങൾക്ക് ശേഷം. പൃഥ്വിരാജ് എന്ന നടനെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. സ്വന്തം ശരീരം പോലും അദ്ദേഹം മറന്ന് സിനിമയ്ക്ക് വേണ്ടി അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒക്കെ അത്ര ബെറ്ററായ ഫാമിലി ഒന്നുമില്ല. സാധാരണ ഒരു അന്നത്തെ ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കുന്നത് ഈ അടുത്തിടെയാണ് ആ വീഡിയോ നമുക്ക് കിട്ടുന്നത് തന്നെ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അന്നേരം ഞാൻ തീർത്തു പറയാം. അന്നേരം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, വന്നന്ന് ചോദിച്ചു എന്തോ പറ്റിയതാ, ഇത്രയും ഒരു വിവരവും ഇല്ലായിരുന്നു, എന്താ. അന്നേരം പറഞ്ഞു അതൊന്നും ഇനി അറിയണ്ട, എന്തായാലും ഇത്രയും വിഷമിച്ചില്ല, ഇനി അറിയണ്ട. ആളിന്റെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി അറിയണ്ട, ഇനി അതിനെ ഓർത്ത് വിഷമിക്കാൻ ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അതീ നിർത്തി. പിന്നെ ഞാൻ എന്നാലും ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം അത് പെട്ടുപോയി അങ്ങനെ അതിനാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ലാസ്റ്റ് കഥ വായിച്ച ഞാൻ പൂർണ്ണ കാര്യങ്ങളെല്ലാം തീർത്തറിയുന്നതും എല്ലാം അറിയുന്ന അന്നേരം കഥ ഫുള്ള് ഞാൻ വായിച്ചു. ഒറ്റ ദിവസം കൊണ്ടിരുന്ന് വായിച്ചു. ഈ ജീവിതകഥ നെഞ്ചോട് ചേർത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ, മറ്റ് ഭാഷക്കാർ എല്ലാവരും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. ഇതൊരു യഥാർത്ഥ ജീവിതകഥയാണ്. ഈ ജീവിതകഥയിൽ മറ്റ് കാപഢ്യങ്ങളൊന്നുമില്ല, അല്ലേ? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സിനിമ അത്യുഗ്രൻ പെർഫെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓസ്കാർ വരെ ചിലപ്പം ഈ പടത്തിന് കിട്ടിയിരിക്കാം. ഈ ബ്രീഡ് ഓഫ് ഷീപ്പ്, ആടും ഒട്ടകവും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സൗദിയിൽ നിന്ന് ഞങ്ങൾ ഒരു 250 ആടിനെ വാങ്ങിക്കുകയും അതിനെ ഇന്ത്യയിലേക്ക് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അത് ആക്ച്വലി പ്രാവർത്തികമാക്കുന്നതിന്റെ അറ്റം വരെ എത്തിയിരുന്നു. പക്ഷെ ഇൻ ദി എൻഡ് മറ്റു ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് കിട്ടുക, ലൈഫ് സ്റ്റോക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ളതിനെ കുറിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ നടക്കാതെ പോയതാണ്. പക്ഷെ അപ്പോഴും എന്നാ പിന്നെ ആട് വേറെ വെക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോഴും എന്നാ പിന്നെ ഈ ആടുള്ള സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് ചിന്ത. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാ സിനിമകളും ഒരിക്കലും ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത് ട്രൂലി പല കാര്യങ്ങൾ കൊണ്ടും ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഫിലിമാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ആ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംവിധായകനും ഉണ്ട്. അപ്പൊ അത് ഇറ്റ്സ് എ പ്രിവിലേജ്. ആടിനെ ആട്ടുംകുട്ടി എൻ്റെ മക്കളെ പോലെ ഞാനും ഇങ്ങനെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്തു. സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള ജീവിതകഥയാണ് യഥാർത്ഥത്തിൽ നജീബിൻ്റെ ആ ഒരു ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആട് ജീവിതം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു സാഹചര്യം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതിപ്പം നജീബിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സിനിമ നജീബിനെ ഏത് ലെവലിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. നമ്മൾ ഇതുവരെ കണ്ടതല്ല യഥാർത്ഥ ആട് ജീവിതം. നജീബിനേക്കാൾ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളുണ്ടാവാം. പക്ഷേ നമുക്കറിയാവുന്നത് നജീബ് എന്ന
ആലപ്പുഴക്കാരൻ്റെ ആ ഒരു യഥാർത്ഥ ജീവിത കഥയാണ് അല്ലേ? ഈ പൃഥ്വിരാജിന്റെ ഈ ഒരു സിനിമയിൽ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ലുക്കും പോസ്റ്ററും ഒക്കെ കണ്ട് അന്നത്തെ ഒരു നജീബിന്റെ അതുമായി എന്തെങ്കിലും സാമ്യമോ അല്ലെങ്കിൽ ബന്ധമോ ഉള്ള തരത്തിലാണോ അത്? സാമ്യം ഉണ്ട്, എന്നാലും എൻ്റെ അന്നത്തെ അത്രയുള്ള ഇത് വന്നിട്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ ഇപ്പോഴും. കാരണം എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും 5-6 മാസം കൊണ്ട് പട്ടിണി കിടന്ന് ഇങ്ങനെ ആയതിനകത്ത് വളരെ ഇത് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മളെ ഇത് അനുഭവിക്കാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടിയെന്നുള്ളൊരു കാര്യം നമുക്ക്, ഞാനവിടെ നിന്ന് വെള്ളം ഈ പാലും ഒക്കെ കുടിച്ചാൽ ഇത്രയും നാളും ജീവിച്ചത്. എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇതൊന്നും ഭക്ഷണം പോലും കഴിക്കാതെ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഇത്രയും മെലിഞ്ഞൊക്കെ വന്നപ്പോൾ ഒരു അതിൻ്റെയൊക്കെ ഒരു രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ എൻ്റെ അടുക്ക ഇത് കണ്ടുകൊണ്ടൊക്കെ ചോദിച്ചു, അത് പിന്നെ നിജി അത് കറക്റ്റ് ആണല്ലോ, അതുപോലെ തന്നെ ആണല്ലോ എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ചൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ആകെ നജീബിൻ്റെ ഈ ഒരു ജീവിത കഥയാണ്. ഇതിലുപരി മറ്റൊരു കഥയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പെർഫെക്ഷനാണ് ആ സിനിമയ്ക്കകത്തും പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏവരും കരഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അഭിനയം. നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ മലയാള സിനിമാ ലോകത്ത്, നല്ല നല്ല കഥകളുണ്ടാവട്ടെ. നജീബ് എന്ന ഈ ആലപ്പുഴക്കാരന് ജീവിതം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നമുക്ക് ഏവർക്കും അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അവരെ കാണും, ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.